ആ ആ പറയും ഇവിടെ പറയാം. നമ്മൾ ഇന്ന് പോകുന്നത് ആ. ഊട്ടിയിലെ കർണാടക ഫാൾസ്. ആ അടിപൊളി 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 അവിടെ കൈയടിച്ച് 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 ആ കൈയടിച്ച് അവർക്ക് കൈയടിച്ചു. ഓക്കെ. ഞങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കാൻ കുറച്ച് പ്രയാസപ്പെട്ട, അതുകൊണ്ട് ഞങ്ങൾ ആ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച മലപ്പുറം ജില്ലയിലെ കൽപ്പഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ എത്തിയിട്ടുള്ളത് എവിടെയാണ് എത്തിയിട്ടുള്ളത്? മൊട്ടക്കുന്ന് എവിടെയാണ്? ഊട്ടി തമിഴ്നാടില് അല്ലേ? തമിഴ്നാട് സ്റ്റേറ്റില് ഊട്ടിയിലേക്ക് നമ്മൾ വന്നതാണ്. അപ്പൊ നമ്മൾ എന്തിനാ വന്നത്? എന്ത് കാരണത്താലാ വന്നത് അറിയോ? ജയിച്ചതിന് ഞങ്ങൾക്കൊരു ടൂർ ഉണ്ടായിരുന്നു. ആ 13 വോട്ടിന് 331 വോട്ടാക്കി മാറ്റിയ നല്ല സേവനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്തോഷം പാർട്ടിക്ക് സമ്മാനിച്ചതില് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിച്ചെന്ന് അണിയണി പ്രവർത്തിച്ചെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഊട്ടിയിലേക്ക് ഒരു സന്തോഷയാത്രയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്നും ഞങ്ങൾ തൊട്ട സൈഡിലൂടെ ആയിട്ട് കുതിരകൾ പോകുന്നുണ്ടോ. കുതിരസവാരിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അതൊക്കെ വിശദമായിട്ട് കാണാണ്ട്. അപ്പൊ എന്തായാലും അവിടെ 13 വോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ലീഡ്. ആ ലീഡിനെ ഇതൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊന്നാണ് പ്രവർത്തിച്ചപ്പോ. അപ്പൊ ഈ ഇതുപോലത്തെ ഒരുപാട് മക്കളുണ്ട്. എന്റെ മക്കളാണ് രണ്ടാളെ, ഒന്ന് എന്റെ സുഹൃത്തിന്റെ മോനാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കുട്ടികളെ എല്ലാവരും, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, ഫ്രീക്കൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമ്മൾ ഊട്ടിയിലേക്ക് വന്നാണ്. അപ്പൊ ഈ സന്തോഷകരമായ കാഴ്ചകളാണ് നമുക്ക് KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അങ്ങനല്ലേ? അപ്പൊ എന്നാ പ്രേക്ഷകരാണ് വന്നോട്ടല്ലേ? ഒരുപാട് സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. റെഡിയല്ലേ? പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലെ വിശദമായ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞങ്ങളെ യാത്ര പുറപ്പെട്ട ഒരു വാഹനത്തിലാണ്, 2 വാഹനത്തിലായിട്ടാണ്, 2 ബസ്സിലായിട്ടാണ് യാത്ര പുറപ്പെട്ടത്. കുടുംബസമേതം ഒരു യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം മുതിർന്നവരും പ്രായചെന്നവരും യുവാക്കളും കുട്ടികളും എല്ലാവരും കൂടി ഒത്തുചേർന്നായിരുന്നു യാത്ര. ഏകദേശം 125-ൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി യാത്ര ആരംഭിച്ചത് കൊണ്ട് തന്നെ ബാങ്ക് വിളിച്ചതിന് ശേഷം സുബൈ നമസ്കാരത്തിന് വേണ്ടി സൗകര്യപ്രദമായ ഒരു പള്ളി ഞങ്ങൾ കണ്ടെത്തി. ആ പള്ളിയിൽ നിന്നും സുബൈ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞങ്ങളെ യാത്ര വീണ്ടും പുറപ്പെടുകയാണ്. 2 ബസ്സിനും പുറകിലായി ഊട്ടിയിലോട്ടൊരു യാത്ര എന്ന ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരി നിലമ്പൂർ വഴി ഗൂഡല്ലൂർ ലക്ഷ്യം വെച്ച് കയറുന്ന നാടുകാണി ചുരം കയറുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ വളരെ കുറവാണ്. വളരെ രസകരമായ ഒത്തിരി വിശേഷങ്ങൾ തൊട്ടുപുറകിലായിട്ട് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകരാരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയൊക്കെയുള്ള ധാരാളം വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. അത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഊട്ടിയിലേക്ക് ഞങ്ങളുടെ സഞ്ചാരപാതയിൽ ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. അവ അങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും പച്ചപ്പരവതാനി വിരിച്ചങ്ങനെ കിടക്കുകയാണെന്ന്. എന്തായാലും പ്രിയമുള്ളവരെ, ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് തന്നെ തീരുമാനിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര. എന്തായാലും ആ യാത്ര ഒത്തിരി തണുപ്പുള്ള ഒരു പ്രദേശം തന്നെ വേണം എന്നൊരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് നേടാൻ സാധിച്ച അഭിമാനകരമായ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി വെയിൽ കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചൂട് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ മനസ്സിനും ശരീരത്തിനും ഒരൽപ്പം കുളിര് നൽകാൻ, തണുപ്പ് നൽകാൻ, സന്തോഷം നൽകാൻ ഇങ്ങനെ ഒരു യാത്ര ഊട്ടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സാധിക്കും എന്ന ഞങ്ങളുടെ ഒരു തിരിച്ചറിവാണ് ഞങ്ങളുടെ യാത്ര ഊട്ടിയിലേക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായി മാറിയത്. ഇവിടെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തൊട്ടു മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുരങ്ങ് കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. കുട്ടികൾ അവരുടെ ആവേശത്താൽ കുരങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്തായാലും പടച്ച തമ്പുരാന്റെ സഹായത്താൽ, അവൻ്റെ ഔദാര്യത്താൽ ഞങ്ങൾ യാതൊരുവിധ പ്രയാസങ്ങളും കൂടാതെ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഊട്ടിയിലെ മൊട്ടക്കുന്നിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത്. മൊട്ടക്കുന്നിൽ നിന്നും പകർത്തിയെടുത്ത അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ കടന്നു വരുന്നതാണല്ലോ. ഞങ്ങളും അങ്ങനെ ഒരു ഉദ്ദേശവുമായിട്ടാണല്ലോ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഇവിടെ കടന്നു വന്ന ആളുകൾ കുതിരസവാരി നടത്താണ്. ഇതിന്
ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊക്കെ അതിൻ്റെതായുള്ള ചാർജും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്കൊരു വലിയ കുരങ്ങനെയും അതിൻ്റെ തൊട്ടടുത്തായി 2 ചെറിയ കുഞ്ഞുങ്ങളെയും കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വിനോദസഞ്ചാരത്തിന് കടന്നു വന്ന കൂട്ടത്തിൽ ആരുടെയോ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണിത്. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചതാണ്. ഇതുപോലെ ഒരു കുഞ്ഞ് അതിൻ്റെ കയ്യിലുള്ള എന്തോ ഒരു ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അതിന് നേരെ ആ കുരങ്ങന്മാർ ഓടിയെത്തുകയാണ്. അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് വരെ ആ കുട്ടിയെയും അവരുടെ ഫാമിലിയെയും ആ കുരങ്ങന്മാർ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ സന്ദർശിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിനിടയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെയൊന്ന് ഒത്തുചേർന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തുചേർന്നതാണ്. അവിടെയാണ് അങ്ങനെ ഒരു പാട്ട് ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആലപിച്ചത്. കാര്യം ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു പാട്ട് കേട്ടാൽ ഏതൊരാളും ഏതവസ്ഥയിലും ആവേശഭരിതരാകാൻ ഈ പാട്ടൊരു സഹായകരമാണല്ലോ ചിലരൊഴികെ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ പണം കയ്യിൽ കരുതിയിട്ടില്ല, ഗൂഗിൾ പേയുടെ സഹായമാണ് നമ്മൾ തേടുന്നതെങ്കിൽ അവിടെ നെറ്റ്വർക്ക് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒത്തിരി ആളുകൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഉച്ച സമയമായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണമൊക്കെ ഞങ്ങൾ വരുമ്പോൾ തന്നെ പാർസലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം വേണം ഇവിടെ നിന്ന് കർണാടക പാർക്ക് ലക്ഷ്യം വെച്ച് ഞങ്ങൾക്ക് സഞ്ചരിക്കാം. അവിടെ നിന്നാണ് അതിമനോഹരമായ കാഴ്ചകൾ, ഈ വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന കാഴ്ചകൾ വരാനുള്ളതൊക്കെ കർണാടക പാർക്കിനുള്ളിൽ വെച്ചാണ്. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഉച്ച സമയങ്ങളിലെല്ലാം കർണാടക പാർക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ നമ്മുടെ വാഹനത്തിൽ കടന്നു ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടം വരെ പോലീസ് കടത്തിവിടുകയുള്ളൂ. ഇവിടെ അവർ ബ്ലോക്ക് ചെയ്യും. ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ KSRTC വാഹനത്തിന്റെ സഹായം തേടണം. അതിൽ മുതിർന്നവർക്ക് 20 രൂപയാണ് കർണാടക പാർക്കിലേക്കുള്ള ചാർജ്. കുട്ടികൾക്കൊന്നും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. നോർമലി നമ്മൾ ബസ്സിൽ കയറുമ്പോഴുള്ള നിയമങ്ങളൊക്കെ അതിലും പാലിക്കണം എന്നുള്ളതാണ്. അവിടങ്ങളിൽ അനുഭവപ്പെടുന്ന ട്രാഫിക് ജാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമീപനം എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളോടായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ ഉത്തരങ്ങളാണ്. കുരുന്നുമക്കളുടെ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. കർണാടക പാർക്കിനുള്ളിൽ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ധാരാളമായ കാഴ്ചകളുണ്ട്. കണ്ണിന് കുളിർ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം വിനോദങ്ങൾക്കുള്ള അവസരങ്ങളും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വാഹനം കാണാൻ സാധിക്കും. ഇലക്ട്രിക് ആണത്. ഇതിനുള്ളിൽ നമുക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാനുണ്ട്. അത്തരം സമയങ്ങളിൽ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അത് സഹായകരമാണ്. അപ്പൊ ഋഷിയേക്കാ, രാവിലെ പുറപ്പെട്ടാ? ഞങ്ങള് രാത്രി 3:30 മണിക്ക് കൽപ്പഞ്ചേരി പുറപ്പെട്ടു. 3:30 മണിക്ക് കൽപ്പഞ്ചേരി പുറപ്പെട്ടു. എത്ര ബസ്സാളായിരുന്നു? അങ്ങനെ 2 ബസ്സിന് പോകുന്നതാണ്. 2 ബസ്സിന് പോകുന്നതാണ്. നമ്മളെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 16-ാം വാർഡില് മുസ്ലിം ലീഗിന്റെ ഒരു ടൂറായിട്ട് പോകുന്നതാണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് വിജയത്തിന്റെ ഒരു മുന്നോടിയായിട്ട് പോകുന്നതാണ്. ഒരാളത് പ്രകടനമായിട്ട് അതിന്റെ ഒരു സന്തോഷം പങ്കിടാൻ. പ്രവാസിയാണല്ലോ അല്ലേ? ആ, പ്രവാസിയാണ്. ഈ വോട്ട് എവിടെ നാട്ടിലുണ്ടായിരുന്നോ? ഇല്ല, വോട്ട് കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അവിടെ വിജയം ഉറപ്പിച്ചിട്ട് നമ്മൾക്കറിയാം വിജയമാണെന്ന് ഉറപ്പല്ല. അതാണ് അത്ര ഉറപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു. റാഫി, എത്ര ആളുണ്ടോ ഏകദേശം? 126 ആൾ. 2 ബസ്സിലായിട്ടാണ് പുറപ്പെട്ടത് രാവിലെ 3:30 മണിക്ക്. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള യാത്രകൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഉഷാറാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ലൊക്കേഷൻ കൂടി കവർ ചെയ്യാണ്ട് സാധിക്കുമോ നോക്കാണ് അല്ലേ? ഇപ്പൊ ഉള്ളത് ഏതാണ്? കർണാടക പാർക്കിൽ. അതെ. ഓക്കെ. അപ്പൊ ഇതാണ് ആ മെമ്പർ CP ജുബേരിയ, കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ 3ാമത്തെ വർഷത്തിലേക്ക് അല്ലേ? 3ാം തവണയിലേക്ക്. വർഷമല്ല, 3ാം തവണ. ഓക്കെ. ഒരു വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പൊ മെമ്പറായിട്ട് 3ാം ഘട്ടം വന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ആ വിജയിച്ച സന്തോഷം പങ്കിടുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ടൂറും അതിന്റെ അനുഭവങ്ങളും? ഈ ടൂർ വളരെ വ്യത്യസ്തമായ ഒരു ടൂറാണ്. വാർഡിലെ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ്, MSF, ബാലകേരളം,
പിന്നെ നമ്മുടെ പ്രവർത്തകര്, കാരണവന്മാര് എല്ലാവരെയും കൂട്ടിയിട്ട് നല്ലൊരു ട്രിപ്പായിട്ടാണ് നമ്മൾ പാർട്ടി ബേസിൽ തന്നെ നമ്മൾ ഒരുക്കിയ ട്രിപ്പായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ ഗാനങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് വന്നത്. നല്ല ഉഷാറുള്ളൊരു ടൂറായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇവരെല്ലാവരെയും ഒറ്റകണ്ണം പ്രശംസിക്കുന്നു. നല്ല ഭൂരിപക്ഷം അപ്പൊ വാർഡില് വലിയ രീതിയിലൊരു ഭൂരിപക്ഷം കിട്ടിയല്ലോ 331. അപ്പൊ പാർട്ടി പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. കാരണം സംഘടിതമായ ശാസ്ത്രീയമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് തന്നെയാണ് 331 വോട്ടിലേക്ക് അണ്ട് ഉയർന്നു പൊങ്ങിയത്. 2 തവണകളായിട്ട് ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങളെ വാർഡ് മുസ്ലിം ലീഗിനോട് അത്രമാത്രം അടുത്തിടപെട്ടു, അല്ലെങ്കിൽ അത്രയേറെ അതിന് ആയത്തിൽ വേരോട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ മക്കളെ പറയും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോളൂ. ഞങ്ങൾ വന്നിട്ടുള്ളത് അവിടെ ലീഗ് ഉണ്ടാവില്ലേ, ലീഗ് ജയിച്ചതിന് ഒരു ടൂറാണിത്. ആ ടൂറിന് ഇപ്പൊ 3:30 മണിക്ക് ഞാന് 2 ബസ് ഉണ്ടായിരുന്നു. അതില് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് കണ്ട് വിജയവാടൊക്കെ സീനാക്കിയാണ്. ഞങ്ങള് കർണാടക പാർക്കിലൊക്കെ വന്നിങ്ങനെ. കർണാടക പാർക്കിലാണ് കർണാടക പാർക്കില് കർണാടക പാർക്ക് എല്ലാതുണ്ട്. പിന്നെ 50 ഉറുപ്പ്യൊക്കെ 6 മുതല് 11 വയസ്സ് വരെ ഉള്ളവർക്ക് 50 ഉറുപ്പ്യൊക്കെ. അങ്ങനൊക്കെ ഉണ്ടല്ലേ? ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ ഈ ടിക്കറ്റിനൊക്കെ പൈസ കൊടുത്താ? ഇവലൊക്കെ 100 ഉറുപ്പ്യ ഈ വണ്ടിയിലൊക്കെ ചുറ്റി കറങ്ങണമെങ്കിൽ 100 ഉറുപ്പ്യ വേണം. പിന്നെ മുട്ടായിന്റെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് അത് ഇവിടുന്നല്ല, ബസ് ഇറങ്ങാൻ നിർത്തി തരും. അവിടുന്ന് ഞങ്ങള് വാങ്ങും. അങ്ങനെയാണ്. ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു സന്തോഷം ഉണ്ട് വന്നേക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കാൻ കുറച്ച് പ്രയോജനപ്പെട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ട്രീറ്റ് ചെയ്ത ആ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ നിൽക്കണം. പ്രിയമുള്ളവരെ, കുട്ടികളുടെ ഇതുപോലെയുള്ള ബഡായി തുടർന്ന് വരാനുള്ള ചെറിയ വീഡിയോകളായിട്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.